നമസ്കാരം. എൻ്റെ കൊച്ചി യൂട്യൂബ് ചാനലായ JB ഫ്ലേവർ ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് കുക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ കണ്ടന്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ്. എല്ലാവരും ഇപ്പോൾ ഡയറ്റ് നോക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ കാരണം നന്നായിട്ട് ഒരു നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം. ഞാനും അങ്ങനെ തന്നെ ഒരുവിധം കഴിക്കാറ്. പണ്ടൊക്കെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് നോക്കട്ടെ, അപ്പോൾ അത് കാരണം ഡയറ്റ് ഫുഡിലേക്കൊക്കെ മാറി. പിന്നെന്താ, അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് ഓയിലിൽ വറുത്തതൊന്ന, പിന്നെ ഒരുപാട് പഞ്ചസാര ഇല്ലാണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഫുഡുകളുടെ റെസിപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിക്കും ഹെയറിനെ കുറിച്ച്, സ്കിന്നിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് അറിവുള്ള ഇതൊക്കെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അറിവ് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ പാചകത്തിന് ശേഷം ഞാൻ ഓരോ ബ്യൂട്ടി ടിപ്പൊക്കെ ഇടുക. അപ്പം അതും കൂടി കണ്ട് എന്നോട് എല്ലാവരും സഹകരിക്കുക. എൻ്റെ ഈ കൊച്ചു കുടുംബത്തിൽ നിങ്ങളെല്ലാവരും അംഗമാവുക. പിന്നെന്താ പറയുക, വേറെന്താ, അങ്ങനെ നമുക്കിനി ഇനി എൻ്റെ കുക്കിങ്ങും എൻ്റെ ബ്യൂട്ടി ടിപ്സൊക്കെ കാണാം. അപ്പം ശരി എന്നാൽ, ഓക്കെ. അപ്പം മത്തങ്ങയുടെ അടയ്ക്ക് നമുക്ക് മത്തങ്ങ വേവിച്ച് വെച്ചത്, പിന്നെ ഗോതമ്പൊടി വേണം, നാളികേരം ചിരണ്ടിയത് വേണം, പിന്നെ ശർക്കര, പിന്നെ ജീരകം ഏലക്കായും കൂടി പൊടിച്ചത്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അട ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഞാനിത് മത്തങ്ങ ഒരു പാത്രത്തിൽ ഇട്ടുട്ടോ, നന്നായിട്ട് ഉടച്ച് കൈ കൊണ്ട് ഉടച്ചാൽ മതി. നന്നായിട്ട് മിക്സിയിലൊന്നും ഇട്ട് ഉടയ്ക്കണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പം നമ്മൾ നന്നായിട്ട് മത്തങ്ങ ഉടച്ചു. പിന്നെ ഈ ജീരകം പൊടിയും ഏലക്കായുടെ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പൊടി ഇടാം. ഗോതമ്പൊടി ഇട്ട് അതിന് ശേഷം നമുക്ക് നല്ല ചൂടോടെ ശർക്കര ഉരുക്കിയത് ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മത്തങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ജീരകം ഇട്ടു. പിന്നെ ഇപ്പോൾ ഗോതമ്പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ കൂടിയിട്ട് ശർക്കര ഒഴിക്കാം. എന്താണെന്ന് വെച്ചാൽ മെൽറ്റായതേ, അല്ലെങ്കിൽ അത് കണ്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു മാവ് പരുവായി. അപ്പോൾ അതാണ് നമുക്ക് ശർക്കര ഉരുക്കുമ്പോൾ വെള്ളം സൂക്ഷിച്ചില്ലെങ്കിലേ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടരുത്. കുറച്ച് വെള്ളത്തിൽ വേണം ശർക്കര ഉരുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മത്തങ്ങ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട്, പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങ ഉടയ്ക്കുമ്പോഴേ നല്ല എന്താ പറയുക, മാവ് പോലെ ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഗോതമ്പൊടിയും കൂടി ഇടുമ്പോൾ അത് കറക്റ്റ് ആവണം. എന്നാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അല്ലെങ്കിൽ തന്നെ ഞാനിത് മത്തങ്ങയും ഗോതമ്പൊടിയും ജീരകവും എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ തന്നെ ഒരു മാവ് പോലെ നന്നായിട്ട് ആയിട്ടുണ്ട്. അതാ പറഞ്ഞ വെള്ളം സൂക്ഷിച്ച് ശർക്കരയിൽ ഉരുക്കുമ്പോൾ ഒഴിക്കണമെന്ന്. അപ്പം നമുക്കിത് ഒഴിച്ച് നോക്കാം കേട്ടോ. അതിപ്പോൾ എത്ര ആയിട്ടുള്ളൂ കണ്ട്, എത്ര മാത്രം മതി. എത്ര ശർക്കര ഉണ്ടെങ്കിൽ അത് ഉരുകാനുള്ള വെള്ളം മതി. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് ആവും. അത് കൂടൊന്നുമില്ല. അപ്പോൾ ചൂടോടെ കൂടി ഒഴിക്കുമ്പോഴേ നമുക്ക് മാവും ചെറുതായിട്ടൊന്ന് വേവും. അതാണ്. ഇതിൽ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയായിരുന്നു. അന്നേരം നമുക്കൊന്ന് അരിക്കണത് നല്ലതാണ്. കണ്ടോ, അപ്പം നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സായി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒരിത്തിരി നെയ്യ് ഒഴിക്കാം. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നെയ്യുടെ രുചിയും മത്തങ്ങയുടെയും ജീരകത്തിൻ്റെയും ഏലക്കയുടെയും എല്ലാം കൂടി. അപ്പോൾ നമുക്കിനി ഒരു ഒത്തിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് എന്തും, കൈ ഒരു മെഷീനാണെന്ന് പറയണേ നന്നായിട്ട് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഞാനൊരു സ്പൂൺ നെയ്യിട്ടു. പിന്നെ
ഉപ്പിട്ട് ഒരു പൊടിക്ക് കുറച്ച് മധുരം ഈക്വലാവാനായിട്ട്. എന്നിട്ടിപ്പോൾ നന്നായിട്ട് കുഴയ്ക്കാൻ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒരു പൊടിക്ക് കൂടിയാലൊന്നും ടെൻഷൻ അടിക്കണ്ട. കുറച്ച് മാവ് ഇടാം, ഗോതമ്പ് പൊടി ഇടാം. പിന്നെ ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് എത്രയായാലും ഇഷ്ടമാവും, അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല. ജീരകവും ഏലക്കയുടെ പൊടിയും പിന്നെ മത്തങ്ങയുടെ ഒക്കെ ആകുമ്പോഴേ, മത്തങ്ങ ചിലപ്പോൾ കറി വയ്ക്കുന്ന കുട്ടികൾക്കൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു ഹെൽത്തി സ്നാക്കാട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിപ്പോൾ അടയുടെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടേ ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, നാളികേരത്തിൻ്റെ കൂടെ. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെജിറ്റബിളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് ഭക്ഷണമായിട്ട് ഉള്ളിലേക്ക് പൊക്കോളും. അതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിൻ്റെ കൂടെ നാളികേരം കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഇതിന് അടയുടെ ഉള്ളിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേറെ മധുരമൊന്നും വേണ്ടതിന്. അതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ തയ്യാറാക്കണേ നോക്കാം കേട്ടോ. ഇത്തിരി മാവ് എടുത്തു, നന്നായിട്ട് കനം കുറച്ച് നമ്മൾ പരത്താം. ഇത് പരത്താനും സുഖമാണ്, നമുക്ക് നല്ല സോഫ്റ്റായിരിക്കും. നന്നായിട്ട് പരത്തിയിട്ട് എത്രയോ കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കനം കുറയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം കൂടി പരത്തുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ എല്ലാ അടയും പരത്താം. നമ്മുടെ ആ മാവിനുള്ള അടയൊക്കെ പരത്തിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ അടയും നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ അടയും പരത്തിയെടുത്തിട്ട് നമുക്ക് ആവിയിൽ വേവിക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടയെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അട വെന്തോ നോക്കാം കേട്ടോ നമുക്ക്. നന്നായി നല്ല ചൂടാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അട ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തേക്ക് പകർത്താം കേട്ടോ. ചൂടുണ്ട്, അത് കാരണം. അപ്പോൾ അതൊക്കെ ഉണ്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ. ഭംഗി മാത്രമല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. മത്തങ്ങ കറി വയ്ക്കാൻ മാത്രമല്ല ഉപയോഗിക്കാൻ, അടയും ഇതേപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നും പറയണ പോലെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക, സ്നേഹത്തോടെ വിളമ്പുക. ഓക്കെ, നാളെ കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ ചായയുടെ വെള്ളമല്ലേ, ആ വെള്ളം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ ഉപയോഗിക്കണേ, വെളിച്ചെണ്ണയോ കാച്ചിയ എണ്ണയോ എന്തായാലും വേണ്ടില്ല, അതൊരു 2 തുള്ളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, 2 തുള്ളി, 2-3 തുള്ളിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണറാണ്. അപ്പോൾ ഷാമ്പു വാഷ് ചെയ്യണമെന്നേ, തലമുടി നന്നായിട്ട് ഷാമ്പൂൻ്റെ പതയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് തലോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിച്ചിട്ട് 5 മിനിറ്റ് അത് അവിടെ തലമുടി കെട്ടി വയ്ക്കുക. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുടി നന്നായിട്ട് തോർത്താൽ, ഇത് കഴുകി കളയരുത് കേട്ടോ. മുടി ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ ചിലർക്ക് മുടിയൊക്കെ പറന്ന് നിൽക്കണം എന്നൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. കണ്ടീഷണർ ഇട്ടിട്ടും ശരിയാവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പറ്റിയൊരു വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു കണ്ടീഷണറാണത്. അപ്പോൾ ഇതിൻ്റെ 2 തുള്ളി ഓയിലും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കതൊരു മുടിക്ക് നല്ലൊരു തിളക്കവും കിട്ടും, സോഫ്റ്റ് ആവുകയും ചെയ്യും. അന്ന് ഒരുപാട് എണ്ണ തേച്ച പോലെ ഫീലും ഇല്ല. അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കൂ.